ഓണം എക്സാം 2026 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 5 സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ് 5ൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 hours 50 minutes ആണ് നമ്മുടെ എക്സാമിൻ്റെ ടൈം. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ചു നോക്കുക. സോഷ്യൽ സയൻസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നും ഏതൊക്കെ ആൻസറാണ് വളരെ കൃത്യമായിട്ട് അറിയുന്നത് എന്നൊക്കെ നമ്മൾ നോക്കി വെക്കുക. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഈ സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. ഇത് നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇതിലെന്തെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കുറച്ച് ഇംഗ്ലീഷും ഹിന്ദി ഭാഷ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പകുതിയോളം മാർക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ സോഷ്യൽ സയൻസ് അതെല്ലാം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. ഓരോ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The milestones given below represent the stages of development in the food habits of early humans. Find out missing one. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏർലി മാൻ്റെ ഫുഡ് ഹാബിറ്റ്സിൽ വന്ന മാറ്റങ്ങളാണ്, ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൽ 2 എണ്ണം എഴുതിയിട്ടുണ്ട്, ബാക്കി 2 എണ്ണം നമ്മൾ എഴുതണം. ഓക്കെ. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ഇവിടെ എഴുതിയത് കളക്റ്റിംഗ് ഫുഡാണ്. ആദ്യം ഫുഡ് ശേഖരിക്കുക, പിന്നെയാണ് യൂസ് ഓഫ് ഫയർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് അവർ പഠിച്ചു. പിന്നെ വന്ന 2 മാറ്റങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഒന്നെന്താണ്, ഹണ്ടിങ് ഫുഡും പിന്നെ ലാസ്റ്റ് ഫുഡ് പ്രൊഡക്ഷനും ആണ്. ഇതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇനി മേക്ക് എ നോട്ട് ഓൺ ദ ഇമ്പാക്റ്റ് ഓഫ് യൂസ് ഓഫ് ഫയർ ഓൺ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഫയർ കണ്ടുപിടിച്ചതോടുകൂടി ഹ്യൂമൻ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏർലി ഹ്യൂമൻസ് ബിഗാൻ ടു കുക്ക് ഫുഡ് ആഫ്റ്റർ ലേണിംഗ് ടു കൺട്രോൾ ഫയർ. ഫയർ എങ്ങനെ കത്തിക്കാം, അതിനെ കൺട്രോൾ ചെയ്യാം എന്ന് അവർ പഠിച്ചതോടുകൂടി അവർ ഫുഡ് കുക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം അവരെന്തായിരുന്നു, റോ ഉള്ള ഭക്ഷണങ്ങൾ, റോ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ, അപ്പം മാങ്ങ പറിച്ച് തിന്നാം, മീറ്റ് അതേപോലെ തിന്നാം, അങ്ങനെയായിരുന്നു. അവർക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പം ഫയർ കണ്ടുപിടിച്ചതോടുകൂടി അവരെന്ത് ചെയ്തു, ബിഗാൻ ടു കുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ തുടങ്ങി. ദേ കുക്ക്ഡ് മീറ്റ്, അവർ മീറ്റ് കുക്ക് ചെയ്തു, ആൻഡ് ഫിഷ് മത്സ്യം കുക്ക് ചെയ്തു, ആൻഡ് റോസ്റ്റഡ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് വേരുകളും അതേപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ അവർ കുക്ക് ചെയ്യാൻ തുടങ്ങി. ദിസ് ഇംപ്രൂവ്ഡ് ദെയർ ഫുഡ് ഹാബിറ്റ്സ്. അങ്ങനെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ആയി. ഓക്കെ. ഇനി അടുത്ത വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ഹാസ് വേൾഡ് ഹെൽത്ത് ഡേ. വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഏതാണ്? October 6, September 16, June 6, October 16. അപ്പോൾ ഫുഡ് ഡേ ആയിട്ട് വേൾഡ് ഹെൽത്ത് ഡേ April 7 ആണ്. വേൾഡ് ഫുഡ് ഡേ ആണ് October 16. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ October 16 സെലക്ട് ചെയ്യാം. ഇനി റൈറ്റ് ദ മെയിൻ ഐഡിയാസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ എ സ്പീച്ച് ഓൺ ദ ടോപ്പിക്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവിങ് ഫുഡ് ഡേ. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്ക് തരികയാണെന്ന് വെച്ചാൽ നമ്മൾ സ്പീച്ചിൽ എന്തൊക്കെ പോയിന്റാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്? ഫുഡ് ഈസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ലൈഫ്. എല്ലാവർക്കും ഫുഡ് അത്യാവശ്യമാണ്. എവരി വൺ ഹാസ് ദ റൈറ്റ് ടു ഫുഡ്. എല്ലാവർക്കും ഫുഡ് എന്നുള്ള അവകാശമുണ്ട്. വി ഷുഡ് നോട്ട് വേസ്റ്റ് ഫുഡ്. നമ്മൾ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് ഷെയർ ഫുഡ് വിത്ത് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഫുഡ് ഷെയർ ചെയ്യണം. വി ഷുഡ് വർക്ക് ടുഗദർ ടു പ്രിവെൻറ്റ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. പട്ടിണി വിശപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, ദാരിദ്ര്യമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യണം. ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു ഹാവ് മെറ്റ് മീനു ആൻഡ് മീനു ഫ്രം ദ യൂണിറ്റ് പീലിസ് വില്ലേജ്. അപ്പോൾ പീലിസ് വില്ലേജിലെ മീനുവിനെ നിങ്ങൾക്കറിയാം. ഹാവിൻ യു ജസ്റ്റ് like Pili's friends, there are people around us who become from different social backgrounds. Do you think it is necessary to include them in our happy moments also? Prepare a short note expressing your opinion. അപ്പോൾ മീനുവിനെ പോലെയുള്ള കുട്ടികൾ നമ്മൾ ചുറ്റുപാടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? യെസ് വി ഷുഡ് ഇൻക്ലൂഡ് എവരി വൺ ഇൻ അവർ ഹാപ്പി മൊമെന്റ്സ്. നമ്മൾ നമ്മുടെ സന്തോഷ നിമിഷത്തിൽ എല്ലാവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം.
പീപ്പിൾ മേ കം ഫ്രം ഡിഫറെൻറ്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ്. ആൾക്കാരെന്ന് പറഞ്ഞിട്ട് പല ഡിഫറെൻറ്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് നിന്നായിരിക്കും വരിക. ബട്ട് എവരി വൺ ഡിസേർവ്സ് ലവ് ആൻഡ് റെസ്പെക്ട്. പക്ഷെ എല്ലാവർക്കും നമ്മൾ ബഹുമാനം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. വി ഷുഡ് ട്രീറ്റ് ഓൾ പീപ്പിൾ ഈക്വലി ആൻഡ് ഷെയർ അവർ ഹാപ്പിനെസ് വിത്ത് ദം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. You have understood the changes in the attitude of Pili's friends after their visit to village. അപ്പോൾ പീലിൻ്റെ ഫ്രണ്ട്സിന് ഗ്രാമത്തിൽ വന്നപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറി. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ദെയർ ചേഞ്ച്ഡ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതിൽ അവരുടെ ആറ്റിറ്റ്യൂഡിന് സ്യൂട്ടബിൾ അല്ലാത്തതാണ് നമ്മൾ എഴുതേണ്ടത്. It is possible to lead happy life both in village and city alike. Everyone should be treated equally regardless of language or region. Life with advanced facilities alone is happy. My happiness lies in the happiness of others. അപ്പോൾ ഇതിൽ സി ആണ് ഇതിൽ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ്. ലൈഫ് വിത്ത് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഹെലോൺ ഈസ് ഹാപ്പി. അതായത് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലേ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നില്ല. നമുക്ക് ഹാപ്പി ലൈഫ് ബോത്ത് വില്ലേജിലും പറ്റും, സിറ്റി ലൈഫിലും പറ്റും. അതേപോലെ തന്നെ എവരി വൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി റിഗാർഡ്ലെസ് ഓഫ് ലാംഗ്വേജ് ഓർ റീജിയൻ. നമ്മളെല്ലാവരെയും ഹാപ്പി ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. അപ്പോൾ അതിൽ പറ്റാത്തത് എന്താണ്? അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് അലോൺ ഹീസ് ഹാപ്പി എന്നുള്ളതാണ് പറ്റാത്ത. നോക്കാം, 2 മാർക്കറ്റ് തന്നു. വീക്ക്ലി മാർക്കറ്റും ഉണ്ട്, സൂപ്പർ മാർക്കറ്റും ഉണ്ട്. Observe the pictures. The 2 shopping centers give us different experience. Prepare a note comparing weekly markets and supermarket. അപ്പോൾ ഇത് 2 മാർക്കറ്റിൽ നമുക്ക് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ പറ്റിയിട്ട് കമ്പയർ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഫീച്ചർ ഡസ് നോട്ട് ബിലോങ് ടു പീലീസ് ഫീച്ചേഴ്സ്. എന്താണ്? വാസ്റ്റ് അഗ്രികൾച്ചർ ഫീഡ്സ്, ഡിഷസ് യൂസിങ് ഇൻഡിജിനിയസ് ഫുഡ് ഐറ്റംസ്, ബിസി സ്ട്രീറ്റ്, സിമ്പിൾ ലൈഫ്. അപ്പോൾ പീലീസ് വില്ലേജുമായിട്ട് പറ്റാത്തത് എന്താണ്? ബിസി സ്ട്രീറ്റ്. അങ്ങനെ തിരക്കുള്ള സ്ട്രീറ്റ് ഒന്നും വില്ലേജിൽ ഉണ്ടാവില്ല. പക്ഷേ വാസ്റ്റ് അഗ്രികൾച്ചർ ഫീഡ്സ്, വിശാലമായ കൃഷി ചെയ്യുന്ന വയലുകൾ ഉണ്ടാവും. അതേപോലെ ഇൻഡിജീനിയസ് ഫുഡ് ഐറ്റംസ്, അതായത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കിട്ടുക. പിന്നെ സിമ്പിൾ ലൈഫാണ്. ബിസി സ്ട്രീറ്റ് എന്ന് പറയുന്നത് സിറ്റി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ വീക്കിലി മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും തമ്മിൽ കമ്പയർ ചെയ്യാം. വീക്കിലി മാർക്കറ്റ് എന്ന് പറയുമ്പം യൂഷ്വലി ഹെൽഡ് വൺസ് ഇൻ എ വീക്ക്. അത് വീക്കിൽ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒന്നുകിൽ ഞായറാഴ്ച ചന്ത, വെള്ളിയാഴ്ച ചന്ത, ബുധനാഴ്ച ചന്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ. യൂഷ്വലി ഹെൽഡ് വൺസ് എ വീക്ക്. ഓക്കെ, ഇതാ ലോക്കൽ പീപ്പിൾ സെൽ ദെയർ പ്രോഡക്ട്സ്. അവിടെയുള്ള ആൾക്കാരാണ് അവരുടെ പ്രോഡക്റ്റ്, അവരവിടെ കൃഷി ചെയ്തു, ആ കൃഷി ചെയ്ത സാധനങ്ങൾ ആ മാർക്കറ്റിൽ വന്ന് വിൽക്കുകയാണ്. അപ്പോൾ ലോക്കൽ പീപ്പിൾ സെൽ ദെയർ പ്രോഡക്ട്സ്. അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അവരുടെ പ്രോഡക്ട്സ് അവിടെ വന്ന് സെൽ ചെയ്യാണ്. ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആർ കോമൺ. അപ്പോൾ ആ നാട്ടിലുണ്ടാക്കിയ ഗുഡ്സ് ആണ്, സാധനങ്ങളാണ് അവിടെ ഉണ്ടാവുക. ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആർ കോമൺ. സിമ്പിൾ ആൻഡ് ലെസ് ക്രൗഡ്. സിമ്പിൾ ആയിട്ടുള്ള അധികം ആൾത്തിരക്കൊന്നും ഇല്ലാത്തൊരു മാർക്കറ്റാണ്. അതേസമയം സൂപ്പർ മാർക്കറ്റ് എടുക്കാൻ വെച്ചാൽ എന്താണ്? ഓപ്പൺ റെഗുലർലി. എല്ലാ ദിവസവും സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അറിയാം, ചില സിറ്റീസിലൊക്കെ 24 hours മാർക്കറ്റാണ്. രാത്രി അടയ്ക്കൊന്നുമില്ല, ഓപ്പൺ 24 hours. ഏത് സമയം നോക്കിയാലും നമുക്ക് എന്താണ്? സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ റെഗുലർലി. മെനി പ്രോഡക്ട്സ് ആർ അവൈലബിൾ. അപ്പോൾ നമ്മൾ വീക്കിലി മാർക്കറ്റിൽ അവിടുത്തെ ആൾക്കാരുണ്ടാക്കിയ പ്രോഡക്ട്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും, എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് കിട്ടും. ബ്രാൻഡഡ് ആൻഡ് പാക്കേജ്ഡ് ഗുഡ്സ് ആർ കോമൺ. അവിടെ ഉള്ളത് എന്താണ്? ബ്രാൻഡഡ് ആയിട്ടുള്ളതും അതേപോലെ പാക്കേജിൽ വരുന്നതുമാണുള്ള, പാക്കറ്റിൽ വരുന്ന സാധനങ്ങളുമാണ് കോമൺ ആയിട്ടുള്ളത്. മോർ ഓർഗനൈസ്ഡ് ആൻഡ് കൺവീനിയൻറ്റ്. കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണ്. ഇപ്പം നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ പല കമ്പനിയുടെ മുളക് പൊടി ഉണ്ടാവും, ഓയിൽ വേണമെങ്കിൽ പല കമ്പനിയുടെ ഓയിൽ ഉണ്ടാവും. അപ്പം നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അതല്ല, അവിടുത്തെ ആൾക്കാരുണ്ടാക്കിയ സാധനമേ കിട്ടുള്ളൂ. അതാണ് 2 മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. ഇപ്പോൾ 2 പിക്ചർ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇത് പണ്ടുള്ള ആൾക്കാരുടെ വസ്ത്രധാരണമാണ്, ഇപ്പോൾ മോഡേൺ വസ്ത്രധാരണമാണ്. ഫൈൻഡ് ഔട്ട് ചേഞ്ചസ് ഇൻ ക്ലോത്തിങ് സ്റ്റൈൽ ഓവർ ടൈംസ് റൈറ്റ് സീസൺ. അപ്പം
വർഷങ്ങൾ കഴിയുന്തോറും, കാലഘട്ടം കഴിയുന്തോറും നമ്മുടെ എല്ലാ സ്റ്റൈലിലും വ്യത്യാസം വരികയാണ്. ലൈഫ് സ്റ്റൈലിലായിക്കോട്ടെ, ഫുഡ് ഹാബിറ്റ്സിലായിക്കോട്ടെ, അതേപോലെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിലായിക്കോട്ടെ. അപ്പം അതിനെന്താ കാരണം എന്നാണ് എഴുതാൻ പറഞ്ഞത്. ഓക്കെ. ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ആൻഡ് നീഡ്സ്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചായി, നമ്മുടെ ആവശ്യങ്ങളും ചേഞ്ചായി. അവൈലബിലിറ്റി ഓഫ് ന്യൂ മെറ്റീരിയൽ, പുതിയ പുതിയ മെറ്റീരിയൽസ് നമുക്ക് കിട്ടാണ്. ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി, ടെക്നോളജി ഡെവലപ്പ് ചെയ്യാണ്. ഇൻവെൻഷൻ ഓഫ് മെഷീൻസ്, മെഷീൻസ് ആണ് ഇപ്പോൾ, മെഷീൻ ഉപയോഗിച്ചിട്ടാണ് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ചേഞ്ചസ് ഇൻ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഓക്കെ. ഇനി അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഹാൻഡ്ലൂം സെന്റർ ഇൻ കേരള. കേരളയിലെ ഹാൻഡ്ലൂം സെന്റർ അല്ലാത്ത ഏത്? ബാലരാമപുരം സെന്ററാണ്, ഹാൻഡ്ലൂം സെന്ററാണ്. കൂത്തമ്പള്ളി സെന്ററാണ്. ആറന്മുള അല്ല, കണ്ണൂരും ഹാൻഡ്ലൂം സെന്ററാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, അല്ലെങ്കിൽ പ്രോഗ്രസ് ക്ലോത്തിങ് പ്രൊഡക്ഷൻ, സ്പിന്നിങ് ജെന്നി, പവർലൂം, ആർട്ടിഫിഷ്യൽ ഡൈ, സിന്തറ്റിക് ഫൈബർ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ. അപ്പോൾ ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ചേഞ്ചസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീൻ. ദർ വാസ് ഇൻക്രീസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ. അപ്പം ക്ലോത്തിങ് പ്രൊഡക്ഷനിൽ മെഷീൻ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ദർ വാസ് ഇൻക്രീസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ, എന്തായാലും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തില്ല. ദ ബേർഡൻ ഓഫ് ഹ്യൂമൻ ലേബർ ഇൻക്രീസ്ഡ്, അത് തെറ്റാണ്. ഹ്യൂമൻ ലേബറിന്റെ പണിയൊക്കെ കുറച്ചൊക്കെ കുറവായിട്ടുണ്ടാവും. ഇറ്റ് ബിക്കം എ റീസൺ ഫോർ ക്ലോത്തിങ് ഡൈവേഴ്സിറ്റി, പലതരത്തിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫാഷനും അതേപോലെ പലതരത്തിലുള്ള ക്ലോത്തും കിട്ടുന്നു. ഇറ്റ് ബിക്കം പോസിബിൾ ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി ക്ലോത്ത്സ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ദർ വാസ് എൻ ഇൻക്രീസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ, ഇറ്റ് ബിക്കം എ റീസൺ ഫോർ ക്ലോത്തിങ് ഡൈവേഴ്സിറ്റി, ഇറ്റ് ബിക്കം പോസിബിൾ ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി ക്ലോത്ത്സ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് എന്താണ്? ദ ബേർഡൻ ഓഫ് ഹ്യൂമൻ ലേബർ ഈസ് ഇൻക്രീസ്ഡ്. ബാക്കിയെല്ലാം ഈ ക്ലോത്തിങ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തതിൻ്റെ മാറ്റങ്ങളാണ്. ഷോർട്ട് നോട്ട് ഓൺ എക്സ്പ്ലൈനിങ് സിന്തറ്റിക് ഫൈബർ. സിന്തറ്റിക് ഫൈബറിനെ കുറിച്ച് എഴുതാനാണ്. ഓക്കെ. സിന്തറ്റിക് ഫൈബേഴ്സ്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മാൻ മെയ്ഡ് ഫൈബേഴ്സ്. മനുഷ്യനുണ്ടാക്കിയ ഫൈബേഴ്സ് ആണ്. ഓക്കെ. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മാൻ മെയ്ഡ് ഫൈബേഴ്സ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് കെമിക്കൽ പ്രോസസ്സ്. കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ നൈലോൺ ആൻഡ് പോളിസ്റ്റർ ആർ എക്സാമ്പിൾ ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. പലതരത്തിലുള്ള ക്ലോത്ത്സ് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. നാച്ചുറൽ ഫൈബറിനെക്കാട്ടി എന്തായിരിക്കും? ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ഒരുപാട് കാലം നിൽക്കും. നാച്ചുറൽ ഫൈബേഴ്സുള്ള പെട്ടെന്ന് നിറം മങ്ങിപ്പോവും, അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ സിന്തറ്റിക് ഫൈബറിൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, മാൻമെയ്ഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ എഴുതുക. ഓക്കെ. പിന്നെ അടുത്തത്, എ യങ് മാൻ ഗേവ് ജോബ്സ് ടു മെനി ഫാമിലീസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ്. ഒരു ചെറുപ്പക്കാരനായ മാൻ ഗേവ് ജോബ്സ് ടു മെനി ഫാമിലീസ്, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുത്തു. ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ്, എന്തിലൂടെ? സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എംപ്ലോയ്മെന്റ്, അതായത് സ്വയം തൊഴിൽ. ഹോം മേക്കർ ഏൺസ് ₹50,000 പെർ മന്ത് ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ. ഒരു സെൽഫ് എംപ്ലോയ്മെന്റിലൂടെ ഒരു ഹോം മേക്കർ 50,000 രൂപ ഏൺ ചെയ്യുന്നു. Read the news headlines. Prepare for question to interview an entrepreneur who has achieved success on life through self-employment. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ്. അത് ജോലിയാവാം, അതേപോലെ തന്നെ ബിസിനസ് ആവാം. അപ്പം നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ ഒരാളോട് എങ്ങനെ അങ്ങനത്തെ ഒരാളെ കണ്ടുമുട്ടാന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ ചോദിക്കുന്നതാണ്. വാട്ട് ടൈപ്പ് ബിസിനസ് ഡു യു റൺ? നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് റൺ ചെയ്യുന്നത്? ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ബിസിനസ്? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? വാട്ട് ഡിഫിക്കൽട്ട് ഡിഡ് യു ഫേസ്? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഫേസ് ചെയ്തത്? വാട്ട് ഹെൽപ്ഡ് ടു ബിക്കം സക്സസ്ഫുൾ? വിജയിക്കാൻ നിങ്ങളെ എന്താണ് ഹെൽപ്പ് ചെയ്തത്? ഓക്കെ. ഇതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. 4 ക്വസ്റ്റ്യൻസിന് 4 മാർക്ക് കിട്ടും. ഇനി അടുത്തത്, കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ 2 ടേബിൾ തന്നിട്ടുണ്ട്. ദ ഗവൺമെന്റ് ഇംപ്ലിമെന്റ്സ് വേരിയസ് സ്കീംസ് ടു പ്രൊമോട്ട് സക്സസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ് ഇനീഷ്യേറ്റീവ്. കംപ്ലീറ്റ് ദ ടേബിൾ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീംസ് ആൻഡ് ബെനിഫിഷ്യറീസ്. അപ്പം ഗവൺമെന്റ് പലതരം പ്രോജക്റ്റും ഒക്കെ ഈ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കീംസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ നവജീവൻ പ്രോജക്റ്റ് അത് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് അത് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് എന്തെങ്കിലും അംഗവൈകല്യം ഉള്ളവർക്ക് കിട്ടുന്ന സ്കീമിൻ്റെ പേര് അത് നമ്മളിവിടെ എഴുതണം. ശരണ്യ ആർക്കാണ് ബെനിഫിഷ്യറീസ് എന്നാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് എഴുതി നോക്കാം. നവജീവൻ പ്രോജക്റ്റ് സീനിയർ സിറ്റിസൺസിനാണ്, മുതിർന്ന പൗരന്മാർക്ക്. ഓക്കെ, നവജീവൻ പ്രോജക്റ്റ് സീനിയർ സിറ്റിസൺ. കൈവല്യ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, അംഗവൈകല്യമുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രോജക്റ്റാണ് കൈവല്യ. പിന്നെ വിമൺ, സ്ത്രീകൾക്കുള്ളതാണ് ശരണ്യ. ഓക്കെ, ശരണ്യാണ് സ്ത്രീകൾക്കുള്ളതാണ്. ഇനി അടുത്തത്, ഒബ്സർവ് ദ ടേബിൾ for different jobs prepared by students on the topic of diversity of jobs. അപ്പോൾ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്ത പലതരത്തിലുള്ള ജോബാണ് ഇവിടെ അഗ്രികൾച്ചർ ഉണ്ട്, കൃഷി ഉണ്ട്, ട്രേഡ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, കാറ്ററിയറി, പിന്നെ ആടുമാടുകളെ വളർത്തൽ, ഫിഷിങ് മത്സ്യബന്ധനം, ലോ എൻഫോഴ്സ്മെന്റ്, എപ്പിക്കൾച്ചർ, റബ്ബർ ടാപ്പിംഗ്, ഇത്രയും കാര്യങ്ങൾ ജോബ്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, അറേഞ്ച് ദ ജോബ്സ് സ്യൂട്ടബിളി ഇൻ ദ ഗിവൺ ടേബിൾ. അപ്പം അത് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാനാണ്. ഇതിൽ എന്താണ് അറേഞ്ച് ചെയ്യേണ്ടത്? അഗ്രികൾച്ചർ ഓക്യുപ്പേഷൻ, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ജോലികൾ ഏത്, നോൺ അഗ്രികൾച്ചർ ഓക്യുപ്പേഷൻ ഏതാണ്, അഗ്രികൾച്ചർ അല്ലാത്ത ഓക്യുപ്പേഷൻ ഏതാണ് എന്നാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ അറിയാലോ, അഗ്രികൾച്ചർ പറഞ്ഞാൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട. കാറ്റഗറി ഫിഷിംഗ്, അപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്തൽ, റബ്ബർ ടാപ്പ്, ഇതൊക്കെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ജോലികളാണ്. നോൺ അഗ്രികൾച്ചർ ട്രേഡ്, ടീച്ചിങ്, ലോ എൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഇൻകം. ഇതിൽ സോഴ്സ് ഓഫ് ഇൻകം അല്ലാത്തത് ഏത്? കൾട്ടിവേഷൻ നമുക്ക് ഇൻകം കിട്ടും, വോളണ്ടറി സർവീസ് നമുക്ക് ഇൻകം കിട്ടുമോ? ഇല്ല, അത് സർവീസാണ്. അസറ്റിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും, ട്രേഡിൽ നിന്ന് നമുക്ക് കിട്ടും. വോളണ്ടറി സർവീസ് അത് നമ്മൾ സ്വമേധയാ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന സർവീസാണ്, അതിന് നമുക്ക് ഇൻകം കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ ഇതിൻ്റെ സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആൻസറൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.